എൻ്റെ പേര് ലിജി. ഞാൻ വരുന്നത് കുവൈറ്റിൽ നിന്നാണ്. എൻ്റെ വീട് തിരുവല്ലയിലാണ്. ഞാൻ കുവൈറ്റിൽ പോയത് 2022 ഒക്ടോബറിലാണ്. ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുക്കുന്നത് ഈ വർഷം ജനുവരി 13-നാണ്. ഞാൻ 22 കുവൈറ്റിൽ പോയി. ആ സമയത്ത് ആദ്യം എനിക്ക് ക്ലിനിക്കിൽ ജോലിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ക്ലിനിക്കിൽ നിന്ന് വേറൊരു ക്ലിനിക്കിലോട്ട് അവരെന്നെ ട്രാൻസ്ഫർ ചെയ്തു. ആ ക്ലിനിക്കിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളോട് പറഞ്ഞിരുന്നത് അവർ എക്സാമിന് ഡേറ്റ് എടുത്ത് തരാം, അത് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എടുത്തു തരാമെന്നാണ് പറഞ്ഞിരുന്നത്. 1.25 വർഷമായിട്ട് അവർ ഞങ്ങൾക്ക് ഡേറ്റ് എടുത്ത് തന്നിരുന്നില്ല. 1.25 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കിന് അവരൊരു ഓഗസ്റ്റ് ആയപ്പോഴത്തേക്കിന് പെട്ടെന്ന് പറഞ്ഞു, നാളെ തൊട്ട് നിങ്ങൾ ഡ്യൂട്ടിക്ക് വരണ്ട, റൂമിലിരുന്നാൽ മതി എന്ന് പറഞ്ഞു. എക്സാം കഴിഞ്ഞിട്ട് കയറി വന്നാൽ മതി എന്ന് പറഞ്ഞു ഡ്യൂട്ടിക്ക്. അത് ഞങ്ങൾക്ക് വളരെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. നവംബർ 7-ാം തീയതിത്തേക്കാണ് അവർ ഞങ്ങൾക്ക് ഡേറ്റ് എടുത്ത് തന്നത്. നവംബർ 7-ാം തീയതി ആയപ്പോഴത്തേക്കിന് അവിടുത്തെ MOH എക്സാം ക്യാൻസൽ ചെയ്ത് പ്രോമെട്രിക് സ്റ്റാർട്ട് ചെയ്തു. പ്രോമെട്രിക്ക് വളരെ ടഫായിരുന്നു ആദ്യ കുവൈറ്റിലെ. അത് ആദ്യത്തെ അറ്റംപ്റ്റിന് പോയ ടൈമിൽ കുവൈറ്റിൽ ചെന്ന ടൈമിൽ തന്നെ ഞാൻ എല്ലാ ദിവസവും അവിടുത്തെ സാൽമിയയിലെ പള്ളിയിൽ കുർബാനയ്ക്ക് പോകുമായിരുന്നു. 5:45-നാണ് അവിടുത്തെ കുർബാന രാവിലത്തെ, അതിന് പോകുമായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും പോയി. ആ എക്സാമിൻ്റെ അന്ന് ഞാൻ രാവിലെ ചെന്ന് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവ് എനിക്ക് എന്നും ഈ എക്സാം കഴിഞ്ഞ ശേഷം എനിക്ക് പള്ളിയിൽ വരാനുള്ള കുർബാന കൂടാനുള്ള ഇടം എനിക്ക് ഉണ്ടാക്കി തരണമേ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എക്സാമിന് പോയി. എക്സാം കഴിഞ്ഞു, റൂമിൽ വന്നു. ആദ്യത്തെ എൻ്റെ 75 ക്വസ്റ്റ്യനാണ് ആദ്യം വരുന്നത്. അത് കഴിഞ്ഞാണ് 75 ക്വസ്റ്റ്യൻ വരുന്നത്. ആദ്യത്തെ പാർട്ടായി പകുതി ആയപ്പോഴത്തേക്ക് 35 എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് സിസ്റ്റം ഓട്ടോമാറ്റിക് ഓഫായിപ്പോയി. സെക്കൻഡ് പാർട്ട് ആയപ്പോഴത്തേക്കിന് അത് ഫുൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് ഞാൻ റൂമിൽ വന്നു. പെട്ടെന്ന് റിസൾട്ട് വന്നപ്പോൾ 60% വേണ്ടത് ജയിക്കാൻ. എനിക്ക് കിട്ടിയത് 50% ഞാൻ തോറ്റു. അപ്പോൾ ഞാൻ ക്ലിനിക്കിലോട്ട് വിളിച്ച് ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്, നാളത്തേക്ക് ഇന്ത്യയിലേക്കുള്ള ടിക്കറ്റാണോ എടുക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നിൽക്ക്, 2 ദിവസം വെയിറ്റ് ചെയ്യ്, ഞങ്ങൾ പറയാം എന്ന് പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ കുർബാനയ്ക്ക് ചെന്നു. മാതാവിൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. അവിടുന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് അവിടുത്തെ ഒരു നിത്യസായ മാതാവിൻ്റെ ഒരു രൂപമുണ്ട്. ആ രൂപത്തിന് മുമ്പിൽ എനിക്കൊരു കൃപാസന പത്രം കിട്ടി. ആ പത്രത്തിന് മുമ്പിൽ മാതാവിൻ്റെ ഒരു നീല ഫുൾ ഫോട്ടോ ഉള്ളതായിരുന്നു. അത് ഞാൻ റൂമിൽ കൊണ്ടുവന്നു. ഞാൻ പ്രെയർ ചെയ്യുന്നതിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഒട്ടിച്ചു വെച്ചതിന് ശേഷം ആ മാതാവിന് മുമ്പിൽ നിന്ന് എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആ പത്രമായിട്ട് ഞാൻ ഇറങ്ങിയ ടൈമിൽ തന്നെ എൻ്റെ ഫോണിലൊരു മെസ്സേജ് വന്നു, കുവൈറ്റ് കൃപാസന ഗ്രൂപ്പിൻ്റെ ഒരു പ്രെയർ റിക്വസ്റ്റ് ഇട്ട് കൊടുക്കുന്ന എനിക്ക് അറിയുന്ന ഒരു ചേച്ചി എനിക്ക് ഇട്ട് തന്നു. ഞാൻ ആ റിക്വസ്റ്റ് ഇട്ട് കൊടുത്തോണ്ട് അതിൻ്റെ ലീഡർ അത് നേതൃത്വം വഹിക്കുന്ന ബാബു ബ്രദർ എന്ന് പറഞ്ഞ ഒരാളാണ്. ആ ബ്രദർ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അടുത്ത വെള്ളിയാഴ്ച അഖണ്ഡ ജപമാലയ്ക്ക് വരാൻ പറഞ്ഞു. വെള്ളിയാഴ്ച ഞാൻ അഖണ്ഡ ജപമാലയ്ക്ക് പോയി. അഖണ്ഡ ജപമാല വന്നുടനെ എനിക്ക് ക്ലിനിക്കിൽ നിന്ന് ഫോൺ വന്നു, നാളെ തൊട്ട് ഡ്യൂട്ടിക്ക് വരെ, നിൻ്റെ വിസ ഞങ്ങളുടെ ക്ലിനിക്കിലോട്ടാക്കി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം തൊട്ട് ഡ്യൂട്ടിക്ക് കയറി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഡിസംബർ ആയപ്പോഴത്തേക്കിനും 1.5 വർഷത്തിൽ കൂടുതലായി നാട്ടിൽ വരാൻ ലീവ് അപ്ലൈ ചെയ്തായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, നാട്ടിൽ ലീവിന് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ലീവിന് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോഴത്തേക്കിന് ബാബ്രദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 5 അഖണ്ഡ ജപമാല കഴിഞ്ഞിട്ട് നാട്ടിൽ ചെല്ലുമ്പോൾ ഉടമ്പടി എടുക്കണം, അതിനകത്ത് ഫസ്റ്റ് തീർത്ഥാടന ഉടമ്പടി എടുക്കണം. അതിൻ്റെ ഫസ്റ്റ് ഇത് വെക്കേണ്ടത് കുവൈറ്റ് പ്രോമെട്രിക് എക്സാം പാസ്സാവുന്നതിൻ്റെ പറ്റിയാണ് വെക്കേണ്ടത് എന്ന് പറഞ്ഞു. ഞാൻ ശരിയെന്ന് പറഞ്ഞു. ഞങ്ങൾ ഡോക്ടർ ഇച്ചിരി സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ ഡോക്ടർ ഇവിടെ നിൽക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ അത് വെക്കാൻ പറഞ്ഞു, ഡോക്ടർ താല്പര്യം വരാൻ വേണ്ടി. അതും വെച്ചു. അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് ഞാൻ ഫെബ്രുവരി 11 തിരിച്ചു പോയി. പോകുന്ന ടൈമിൽ അവിടുത്തെ കുവൈറ്റ് ഗ്രൂപ്പിലേക്ക് ഇവിടുത്തെ കൃപാസനത്തിൽ നിന്ന് ഒരു കുഞ്ഞു മാതാവിൻ്റെ രൂപം കിട്ടുന്നുണ്ടായിരുന്നു. അത് ഞാനാണ് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് കുവൈറ്റിൽ കൊണ്ടുപോയത്. കുവൈറ്റിൽ കൊണ്ടുവന്നു. അതെൻ്റെ ബാഗിൽ നിന്ന് ഞാൻ എടുത്തു. അവർ വരാനായിട്ട് 3 ദിവസം എടുക്കുമെന്ന് പറഞ്ഞു ഇത് മേടിക്കാൻ. ഞാനതെടുത്ത് ബാഗിൽ നിന്ന് വെളി വെച്ചു. ഞാൻ പ്രെയർ ചെയ്യുന്നൊരു സ്ഥലത്ത് വെച്ചു. ഞാനത് ഈ പ്രെയർ ചെയ്തിട്ടാണ് അന്ന് രാവിലെ ചെന്നു. 1 മണിയായപ്പോൾ ചെന്നു. എനിക്ക് 12 മണിയായപ്പോൾ ഡ്യൂട്ടിയാണ്. 12 മണിയായപ്പോൾ ഡ്യൂട്ടിക്ക് പോവുക. എല്ലാം റെഡിയായി ഞാൻ വളരെ സന്തോഷത്തോടെ തന്നെ ഡ്യൂട്ടിക്ക് ചെന്നു. പെട്ടെന്ന് മാനേജർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഡ്യൂട്ടിക്ക് കയറണ്ട, എക്സാം കഴിഞ്ഞിട്ട് കയറിയാൽ മതി, എക്സാം പാസ്സാവുകയാണെങ്കിൽ മാത്രം നീ കണ്ടിന്യൂസ് ചെയ്താൽ മതി, ഇല്ലെന്നുണ്ടെങ്കിൽ വേണ്ട, എല്ലാ ഇതും ഇവിടെ വരെയുള്ള കാര്യങ്ങളെല്ലാം മറന്ന് നീ റൂമിൽ പൊക്കോ എന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് നേരെ ഇറങ്ങി വന്നു. ആകെപ്പാടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരിതിൽ വന്നു. മാതാവിൻ്റെ മുമ്പിൽ നിന്ന് മുട്ടുകുത്തി നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു, മാതാവേ, ഞാൻ ഇവിടെ വരെ മാതാവിനെ ഒരു സുരക്ഷിതമായിട്ട് എത്തിച്ചു, പക്ഷേ എനിക്ക് കിട്ടിയത് ഇതാണോ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അവിടുന്ന് കരഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ഇവിടുത്തെ ഒരു ഗ്രൂപ്പുണ്ട് പ്രെയർ റിക്വസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്.
മധ്യസ്ഥ പ്രാർത്ഥന അവിടെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇതുപോലാന്ന് പറഞ്ഞു. അപ്പോൾ അവരൊന്നും പേടിക്കണ്ട, നീ ധൈര്യമായിട്ടിരിക്കും, ഞങ്ങൾ പ്രെയർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞു അവർ വന്ന് മാതാവിനെ മേടിച്ചുകൊണ്ട് പോയി. അന്ന് വൈകിട്ട് എന്നെ ക്ലിനിക്കുകാർ വിളിച്ചിട്ട് പറഞ്ഞു നാളെ തൊട്ട് നീ ഡ്യൂട്ടിക്ക് വരാൻ പറഞ്ഞു. ഞാൻ ഡ്യൂട്ടിക്ക് കയറി. അതിന് ഒരു സെക്കൻഡ് ചാൻസാണ് തരുന്നത്, നീ 2ാമത്തെ പ്രാവശ്യം എക്സാം അറ്റൻഡ് ചെയ്യ്, പാസ്സാവുകയാണെങ്കിൽ ഞങ്ങൾ നിന്നെ വെക്കും, ഇല്ലയെന്നുണ്ടെങ്കിൽ നീ ഇന്ത്യയിൽ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ ഇന്ത്യയിൽ എഴുതാൻ എനിക്ക് പെർമിഷൻ തരാമോ, എനിക്ക് ക്ലാസ്സിൻ്റെ ആവശ്യമുണ്ട്, ഒരാഴ്ചത്തെ ക്രഷ് കോഴ്സ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സെക്രട്ടറി പറഞ്ഞു നീ ആദ്യം ഡോക്ടറോട് ചോദിക്കുക, ഡോക്ടർ നിനക്ക് പെർമിഷൻ തരുവാണെന്നുണ്ടെങ്കിൽ നീ നാട്ടിൽ പൊക്കോ എന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് ഡോക്ടറിൻ്റെ അടുത്തോട്ട് ചെന്ന സമയത്ത് ആ പഴയ എനിക്ക് ടെൻഷനായിരുന്നു, ഡോക്ടർ എനിക്ക് ലീവ് തരുമോ ഇല്ലയോ എന്നുള്ളത്. ഒരുറപ്പുമില്ലായിരുന്നു ലീവ് തരുമോ എന്നുള്ളത്. അവിടെ ചെന്നു, ഞാൻ എൻ്റെ കയ്യിൽ കൃപാസന മാതാവിൻ്റെ ലോക്കറ്റ് വെച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് വരും, മാതാവ് വേണം അവിടെ സംസാരിക്കാൻ, ഞാനല്ല സംസാരിക്കണ്ടേ എന്ന് പറഞ്ഞു. ഞാനവിടെ നിൽക്കുമ്പോൾ ഡോക്ടർ എൻ്റെ അടുത്തോട്ട് വന്ന് എന്നോട് പറഞ്ഞു, നിനക്ക് എന്താണ് എക്സാമിന് ഹെൽപ്പ് വേണ്ടുന്നത് അതെല്ലാം ഞാൻ ചെയ്തു തരാം, നീ നാട്ടിൽ പോക്കോ, എത്ര ദിവസം വേണം നീ ലീവ് എടുത്തോ, നിനക്ക് ഞങ്ങൾ ലീവ് അപ്ലൈ ചെയ്തിരിക്കുന്നു, എന്നാ പോകേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ നാട്ടിൽ എക്സാമിനുള്ള ഡേറ്റ് എടുത്തു. ഈ 16-ാം തീയതി ആയിരുന്നു എക്സാം, ബാംഗ്ലൂരായിരുന്നു എക്സാം. ഡേറ്റ് എടുത്തു. ഞാൻ 2-ാം തീയതി ഏപ്രിൽ 2-ന് നാട്ടിൽ വന്നു. 3-ാം തീയതി ഇവിടെ വന്നു, ജോസഫച്ചനെ കാണാൻ വന്നു. ഇവിടെ വന്നു കണ്ടു. കാണുന്നതിന് മുമ്പേ പള്ളിയിൽ കയറിയ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചത്, മാതാവേ അടുത്ത വട്ടം എന്നെ ഇവിടെ കരഞ്ഞുകൊണ്ടല്ല എത്തിക്കേണ്ടത്, എന്നെ സന്തോഷത്തോടെ എത്തിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വന്നു. ഈ ആൾക്കാരുടെ മുന്നിൽ നിന്ന് മുട്ടുകുത്തി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ അച്ഛൻ പറഞ്ഞപ്പോൾ ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം അച്ഛനൊരു കാശുരൂപം തന്നിട്ട് അച്ഛൻ പറഞ്ഞത്, ഞങ്ങളിൽ നിന്ന് അത്രയും പേരോട് പറഞ്ഞത്, അതിനു മുമ്പ് എല്ലാവരോടും പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ മെറ്റീരിയൽ വെച്ച് നന്നായിട്ട് പഠിക്കാനാണ് പറഞ്ഞത്. ഞങ്ങളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ പോയി രക്ഷപ്പെടാൻ പറഞ്ഞു. ആ ഒരു വാക്ക് ഭയങ്കര നല്ലൊരു ഊർജ്ജം തരുന്നതായിരുന്നു. അവിടുന്ന് പോയി പിറ്റേ ദിവസം തൊട്ട് ക്രഷ് കോഴ്സ് അറ്റൻഡ് ചെയ്തു. 14-ാം തീയതി വരെ ക്രഷ് കോഴ്സായിരുന്നു. 15-ന് ബാംഗ്ലൂർ പോയി. 16-ാം തീയതി ബാംഗ്ലൂരിൽ എക്സാമിന് പോകുന്നതിന് മുമ്പേ ഇവിടുന്നുള്ള ഉടമ്പടി തൈലവും രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പുരട്ടി. അതിന് ശേഷം ഇവിടുത്തെ ഉപ്പും കൊണ്ടുപോയി. ഒരു ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞുകൊണ്ടാണ് പോയത്, കാരണം അവിടെ അകത്ത് കേട്ടത്തില്ല. ടിഷ്യൂ പേപ്പർ ഒരു സാധനവും കേട്ടത്തില്ല. നല്ല ചെക്കിംഗ് ആണ്. പോകുന്ന വഴിക്ക് ഭയങ്കര ട്രാഫിക്കായിരുന്നു. 11 മണിക്കായിരുന്നു എക്സാം. 10 മണി കഴിഞ്ഞു. 10 മണിയാകുമ്പോൾ അവിടെ ചെല്ലണം, എന്നാലേ അവർക്ക് ഒരു ചെക്കിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫുൾ ചെക്കിംഗ് ആണ്. ഭയങ്കര ട്രാഫിക് ബ്ലോക്ക്, എത്താൻ പറ്റുന്നില്ല. ഡ്രൈവറോട് ചോദിച്ചപ്പോൾ ഡ്രൈവർ പറഞ്ഞ് 8 കിലോമീറ്റർ ഇനിയും കിടക്കുന്നു. അപ്പോഴത്തേക്കിന് 10:15. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എക്സാം 11 മണിക്കാണ്, 10 മണിക്കാണ് അവിടെ ചെല്ലേണ്ടത്, എത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. എൻ്റെ ഞങ്ങൾ കുവൈറ്റിൽ കൊടുക്കുന്നത് ഇവിടുത്തെ പത്രം ഞങ്ങൾക്ക് അവിടെ കിട്ടാത്തത് കാരണം ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതിയ ഒരു കാർഡാണ് അവിടെ ഞങ്ങൾ കൊടുക്കുന്നത്. ആ കാർഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ പോകുന്ന വഴി ഫുള്ള് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസപ്രമാണവും ചൊല്ലിക്കൊണ്ട് പോയി. അവിടെ ചെന്ന് പകുതി കഴിയുമ്പോഴത്തേപ്പോൾ ഞാൻ ഡ്രൈവറോട് ചോദിച്ചു ഇനി എത്ര ഉണ്ട് ദൂരമെന്ന് ചോദിച്ചപ്പോൾ ഡ്രൈവർ പറഞ്ഞു 5 മിനിറ്റ് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിന് 10:30 ആവുന്നു. 10:30 ആയപ്പോഴത്തേക്കിന് അവിടെ എത്തിച്ചു. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അകത്തോട്ട് കയറി കഴിയുമ്പോൾ ഞാൻ സെക്യൂരിറ്റി ഗാർഡിനോട് ചോദിച്ചു, ഒരു 5 മിനിറ്റ് എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് തരാമെന്ന് പറഞ്ഞു. ഞാൻ വെളിയിൽ നിന്ന് 7 വിശ്വാസപ്രമാണവും ചൊല്ലി, പ്രത്യക്ഷീകരണ പ്രാർത്ഥന 7 ചൊല്ലി. ആ ഡോറിൻ്റെ മുമ്പിൽ ഞാൻ നിന്നു, ഒരു കുരിശും വരച്ചു. അകത്തോട്ട് കയറിയ സമയത്ത് അവിടെ ഒരു സ്വല്പം ഉപ്പിട്ടു. അതിനുശേഷം അകത്ത് കയറി ഈ പാത്ത് വെച്ച് കൊണ്ടുപോയ ഉപ്പ് ഞാൻ അവിടുത്തെ മൗസെ വെച്ചൊരു മൗസിനൊരു കുരിശും വരച്ചു. അത് കഴിഞ്ഞ് അവിടെ നിന്നൊരു വിശ്വാസപ്രമാണവും ചൊല്ലി. എക്സാം സ്റ്റാർട്ടായി. എനിക്ക് ആ ഫസ്റ്റ് പാർട്ടിലെ 4 ക്വസ്റ്റ്യനെ അറിയൂ, ബാക്കി 71 എനിക്കറിയത്തില്ല. പക്ഷേ ഓരോ എക്സാമും ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ ആൻസർ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ മാതാവിനെ ഏൽപ്പിച്ചു. മാതാവേ, എനിക്ക് ഈ ക്വസ്റ്റ്യൻ അറിയില്ല, എനിക്ക് ഇതിൻ്റെ ആൻസർ എന്താണെന്നറിയില്ല, പക്ഷേ ഞാൻ മാതാവിനെ ഏൽപ്പിക്കുക. മാതാവ് എന്നെ കാത്തോണേ, എനിക്ക് എൻ്റെ കുഞ്ഞിനെയും ഞങ്ങൾ 2 പെൺപിള്ളേരാണ്, അച്ചാച്ചനും അമ്മയും, അവർക്ക് ചിലവിന് കൊടുക്കണേലേ എനിക്ക് ജോലി ഉണ്ടെങ്കിലേ പറ്റൂ. അതുകൊണ്ട് എനിക്ക് അവരെ നോക്കണം. അതുകൊണ്ട് എനിക്ക് ജോലി കിട്ടിയേ പറ്റൂ എന്നുള്ള രീതിയിൽ ഈ എക്സാം ജയിച്ചാലേ എനിക്ക് അവിടെ പോകാൻ പറ്റൂ. തിരിച്ച് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനവിടെ എൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുക. 16-ാം തീയതി എക്സാം കഴിഞ്ഞിട്ട് എനിക്ക് അവരോട് വിളിച്ച് പറയണം അത് അയച്ചു തരാനെന്ന്. ഇനി തിരിച്ച് ചെല്ലണ്ട എന്നുള്ള ഒരു ഇതിലാണ് വന്നിരിക്കുന്നത്. അവിടുന്ന് ആ ഓരോരോ ആൻസറും ഞാൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം 75 എണ്ണം കഴിഞ്ഞതിന് ശേഷം അടുത്ത പാർട്ട് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പിന്നെയും മൗസിലൊരു കുരിശ് വരച്ചു, ആ ഉപ്പിട്ട്. എന്നിട്ട് പിന്നെയും ഞാൻ അവിടുന്ന് വിശ്വാസപ്രമാണം ചൊല്ലി. എനിക്ക് പ്രയാസമുള്ള ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലായിരുന്നു. അവിടുന്ന്
എനിക്ക് ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞപ്പോഴും അരമണിക്കൂർ ബാക്കി കിടക്കുക ഇത്രയും വിശ്വാസപ്രമാണം ചൊല്ലി ഇത്രയും ആൻസറും അറ്റൻഡ് ചെയ്തതിന് ശേഷവും. അത് കഴിഞ്ഞ് സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിക്ക് ചെയ്തു, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻ, ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്ലിക്ക് ചെയ്തു, അതും നന്നായിട്ട് അറിയാവുന്നത്. മൂന്നാമത്തെ അറ്റൻഡ് ചെയ്തു, അതും എനിക്ക് 100% ഷുവർ ഞാൻ ഓരോ ആൻസറും ക്ലിക്ക് ചെയ്യുന്നത് കറക്റ്റാണെന്നുള്ളത്. അവിടുന്ന് 75 എണ്ണം കഴിഞ്ഞു. അതിലെ 3 എണ്ണം മാത്രമേ ഉള്ളായിരുന്നു എനിക്കറിയാൻ മേലാത്ത. ബാക്കി 72 എണ്ണം എനിക്ക് കൺഫേമാണ് ഞാൻ ചെയ്തത് ഫുള്ള് കറക്റ്റാണെന്നുള്ളത്. അവിടുന്ന് എക്സാം എഴുതി വെളിയിൽ വന്നു. പിന്നെയും ടെൻഷൻ, കാരണം സെക്കൻഡ് പാർട്ടേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഫസ്റ്റ് പാർട്ട് എന്താ ക്ലിക്ക് ചെയ്തേക്കെന്നുള്ള അറിയത്തില്ല. വെളിയിലിറങ്ങി റിസൾട്ട് വരാൻ ഭയങ്കര താമസം, കാരണം എല്ലാവർക്കും അന്നേരം തന്നെ വരുന്നതാണ് റിസൾട്ട്. ഞാൻ 1:45 എക്സാം കഴിഞ്ഞ് വെളിയിലിറങ്ങി. 2:30 കഴിഞ്ഞു, 3:30 കഴിഞ്ഞു, എൻ്റെ റിസൾട്ട് വരുന്നില്ല. അവിടുന്ന് എന്നെ പഠിപ്പിച്ച് അവിടുന്ന് വിളിച്ചിട്ട് ചോദിച്ചു, നിൻ്റെ റിസൾട്ട് വന്നോ, നീ ഒന്ന് നോക്കിക്കേ, മെയിൽ ഐ ഡി നോക്കിക്കേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവർ പിന്നെയും വിളിച്ചിട്ട് പറഞ്ഞു ഒന്നുകൂടെ നോക്ക്, ചിലപ്പോൾ ഇപ്പോൾ വന്ന് കാണുമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ ടോട്ടൽ സ്കോർ നമ്പറിനാണ് വരുന്നത്. എനിക്ക് നോക്കാൻ എൻ്റെ ഒരു ധൈര്യമില്ലായിരുന്നു റിസൾട്ട്. ഞാൻ എൻ്റെ മോനെ കൊടുത്തു. മോനോട് പറഞ്ഞു, മോനെ നീ നോക്ക്, എനിക്കൊന്ന് ഓപ്പൺ ചെയ്യാനുള്ള ധൈര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവൻ്റെ ഇത് കൊടുത്തു. അവനത് ഓപ്പൺ ചെയ്തു. അവൻ എന്താണെന്ന് പോലും അറിയത്തില്ല. ഞാൻ പറഞ്ഞു നീ തൊട്ടാൽ മതി, അത് ഓപ്പൺ ആകുമെന്ന് പറഞ്ഞു. അത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് 71.33% കിട്ടി. എൻ്റെ ദൈവം എന്നെ ഒത്തിരി അനുഗ്രഹിച്ചു. ഇതെൻ്റെ കൃപാസനമാതാവ് തന്ന റിസൾട്ടാണ് എനിക്ക്. ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറഞ്ഞിട്ടാണ് അന്ന് ഇവിടുന്ന് ഞാൻ എക്സാമിന് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പോകുന്നത്. എനിക്കിന്നത് എൻ്റെ കൃപാസനമാതാവ് സാധിച്ചു തന്നു. അതിന് 1000 നന്ദി. എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങളവിടെ അഖണ്ഡ ജപമാലയ്ക്ക് പോകും. അത് 1 മണി തൊട്ട് രാത്രി 8:30 വരെയാണ് അഖണ്ഡ ജപമാല അവിടെ ഉള്ളത്. അതിന് പോകുമ്പോൾ അതിനകത്ത് ഓരോ പ്രേക്ഷിത പ്രവർത്തനം നടക്കുന്നുണ്ട്. ഹോസ്പിറ്റലുകളിൽ പോകും, വിസ ഇല്ലാത്തവരെ, അവിടെ ഓരോ അസുഖങ്ങളായിട്ട് കിടക്കുന്നവരെ, പൈസ ഇല്ലാത്തവരെ, അവരെ എല്ലാ ഗ്രൂപ്പുകാരും ഒത്തിരി സഹായിക്കുന്നുണ്ട്. അതും പോരാണ്ട് എന്നെപ്പോലുള്ള ജോലി ഇല്ലാതെ അവിടെ നിൽക്കുന്ന, പൈസയൊന്നുമില്ല, ചിലവിനില്ലാതെ അവരെല്ലാം സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ആ ഒരു ഗ്രൂപ്പിലൂടെ. ആ ഗ്രൂപ്പിലൂടെ എനിക്കും അതിനകത്തൊരു ഇതാവാൻ സാധിച്ചു. പിന്നെ എനിക്കറിയുന്ന കുറേ ആൾക്കാരുണ്ട്. അവരിൽ ഒത്തിരി ഒരാൾക്ക് ഹസ്ബൻഡില്ല, അവർക്ക് 2 പിള്ളേരാണ്. എന്നും അവർക്ക് അസുഖങ്ങളാണ് ആ പിള്ളേർക്ക്. അപ്പോൾ ഇടയ്ക്ക് അവർ പൈസ ചോദിക്കും, കടമായിട്ടാണ് ചോദിക്കുന്നത്. പക്ഷേ ഞാൻ അവർക്ക് കൊടുക്കും പൈസ. കാരണം ആ പിള്ളേരെ അതുപോലെ ഒത്തിരി അസുഖങ്ങളിൽ കൂടെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ പല അസുഖങ്ങളുള്ളവരെ കാണുമ്പോൾ അവർക്ക് പൈസ കൊടുക്കും. അത് എൻ്റെ ഒരു ഇതായിട്ടാണ്, നമ്മൾ ആ സാഹചര്യത്തിലാണെങ്കിലെന്നുള്ള രീതിയിൽ ആ ഇത് വെച്ചാണ് കൊടുക്കുന്നത്. അതൊന്നും മാതാവ് തന്നൊരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാനത് കരുതുന്നത്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് തനിക്ക് പുറത്തേക്ക് പോകുവാനായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം ക്രമീകരിച്ചതും ഓരോ സമയത്തും ആവർത്തിച്ച് പറഞ്ഞത് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെക്കുറിച്ചും വിശ്വാസ പ്രമാണത്തിനെക്കുറിച്ചുമൊക്കെയാണ്. നമ്മളൊരു പ്രാർത്ഥന ചൊല്ലുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച് വിശ്വസിച്ച് നമ്മൾ ഒരു വിശ്വാസത്തിൻ്റെ അടയാളമായിട്ട് ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിലൊരു ഫലം അല്ലെങ്കിൽ ഒരു സൗഖ്യമോ അല്ലെങ്കിൽ ഒരു അനുഭവം നമുക്കുണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്, ഒന്നാമത്തേത് ആ പ്രാർത്ഥനയിൽ പറഞ്ഞിരിക്കുന്ന കണ്ടൻറ്റ് ഓഫ് ദ പ്രെയർ. അത് നമ്മളൊരു വാക്കുകൾ പറയുമ്പോൾ അതിലെ കണ്ടൻറ്റ്, ഒരു പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഒരു വചനം വായിക്കും. ചിലർക്ക് വചനം വായിക്കുമ്പോൾ ആവർത്തിച്ച് പറയുമ്പോൾ അതിലൊരു അഭിഷേകം കിട്ടുമെന്ന് പലരും പല സാക്ഷ്യത്തിലും. അപ്പം ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അത് ശക്തിപ്പെടുന്നൊരു അനുഭവമാകുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതയെ ദൈവം ആശീർവദിക്കുന്നു, അല്ലെങ്കിൽ ദൈവം അത് അംഗീകരിക്കുന്നു എന്നുള്ളത് രീതിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയ അനുഭവങ്ങൾ പറയുമ്പോൾ നമ്മൾ അത് വായിച്ചെടുക്കുന്നത് പ്രത്യക്ഷീകരണം സഭയിൽ അംഗീകരിക്കുവാനായിട്ട് അടയാളമായിട്ടാണ് ആ പ്രാർത്ഥന. അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂക്ലിയസ് പ്രെയർ എന്ന് പറയുന്ന പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ അനുഭവം കിട്ടിയെന്ന് പറയുമ്പോൾ ആ പ്രത്യക്ഷീകരണത്തിനെ സാധൂകരിക്കുന്നു എന്നാണ് നമ്മൾ വായിച്ചത്. പ്രത്യേകിച്ച് ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം